ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തെലുങ്കിൽ അടുത്തിടെ പുറത്തിറങ്ങിയ മംഗളവാരം എന്ന മൂവിയാണ് കാണാൻ പോകുന്നത്. ഓരോ നിമിഷവും സസ്പെൻസ് തന്ന് നമ്മളെ ആകാംക്ഷയുടെ മുൻമുതൽ നിർത്തുന്ന ഒരു മൂവിയാണിത്. ഒരു നാട്ടിലെ അവിഹിത ബന്ധമുള്ളവരെല്ലാം ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നു. അതിന് പിന്നിലുള്ള കാരണങ്ങൾ തേടി പോകുമ്പോൾ ആ നാടിനെ തന്നെ ഞെട്ടിച്ച ചില കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. കഥയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് രവി എന്ന കൊച്ചു പയ്യൻ അവിടെയുള്ള മാലച്ചമ്മൻ കോയിലിൽ പോയി മുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കരിയെടുക്കുന്നതാണ്. അവൻ അതെടുക്കുന്നത് അവന്റെ പ്രിയ കളിക്കൂട്ടുകാരിയായ സൈലുവിന് കൊടുക്കാൻ വേണ്ടിയാണ്. അവളെ കണ്ണെഴുതി കാണാനായിരുന്നു അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അവൾക്ക് വേണ്ടി അവൻ എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു. സൈലുവിനും തിരിച്ച് രവി എന്ന് പറഞ്ഞ ജീവനായിരുന്നു. അങ്ങനെ അവർ വീട്ടിലേക്ക് പോകുന്ന വഴി ആ നാട്ടിലെ കിണറ്റിൽ ഒരു പട്ടിക്കുട്ടി വീണ് കിടക്കുന്നത് കാണുന്നു. സൈലു പറഞ്ഞപ്പോൾ അവൾക്ക് വേണ്ടി അവൻ ആ കിണറ്റിൽ ഇറങ്ങി പട്ടിക്കുട്ടിയെ രക്ഷിച്ച് അവൾക്ക് കൊടുക്കുന്നു. സൈലുവിന്റെ അമ്മ മരിച്ചതിനു ശേഷം അവളുടെ അച്ഛൻ രണ്ടാമതൊരു വിവാഹം കഴിച്ചു. അവളാണെങ്കിൽ ഇപ്പോൾ നിൽക്കുന്നത് അവളുടെ മുത്തശ്ശിയുടെ കൂടെയാണ്. സൈലുവിനെ അച്ഛന്റെ കൂടെ കൂട്ടണമെങ്കിൽ അവളുടെ പേരിലുള്ള 3 ഏക്കർ സ്ഥലം അച്ഛന്റെ പേരിൽ എഴുതി കൊടുക്കണമായിരുന്നു. എന്നാൽ അവളുടെ മുത്തശ്ശി അതിന് സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ ശൈലുവിനെ അവളുടെ മുത്തശ്ശിയുടെ അടുത്ത് തന്നെ നിർത്തി അവളുടെ അച്ഛൻ ഇപ്പോഴത്തെ ഭാര്യയെയും മകനെയും കൂട്ടി പോകുന്നു. ശൈലുവിന്റെ ആകെയുള്ള ആശ്വാസം രവിയാണ്. രവിയുടെ അച്ഛൻ ഒരു കള്ളുകുടിയനായിരുന്നു. അയാൾക്ക് ഒരു ഉത്തരവാദിത്വമില്ല. ശൈലുവിനെ കാണുമ്പോൾ അയാൾ നീ ഒരു ദിവസം വീട്ടിലേക്ക് വരണം, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം ശൈലുവിന് ആദ്യമായി പീരീഡ്സ് ആവുകയാണ്. അവളുടെ മുത്തശ്ശി ഈ കാര്യം അവളുടെ അച്ഛനെയും രണ്ടാനമ്മയും വിളിച്ചറിയിച്ചപ്പോൾ സ്വത്ത് കൊടുക്കാത്തതിന്റെ പേരിൽ അവർ തിരിഞ്ഞു പോലും നോക്കിയില്ല. അതുകൊണ്ട് മുത്തശ്ശി തന്നെ അവളുടെ കാര്യങ്ങളെല്ലാം നോക്കി ആ ചടങ്ങ് കഴിക്കുന്നു. പിറ്റേന്ന് രാത്രി ശൈലു ഞെട്ടി ഉണരുന്നത് ആളുകളുടെ നിലവിളി കേട്ടിട്ടായിരുന്നു. രവിയുടെ വീടിന് തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവനും അവന്റെ അച്ഛനും ആ തീയിൽ നിന്ന് വെന്തു മരിച്ചു എന്നായിരുന്നു എല്ലാവരും പറഞ്ഞത്. ഇത് കണ്ട് ഞെട്ടി നിൽക്കുന്ന ശൈലുവിനെ കാണിച്ചുകൊണ്ട് ആ സീൻ അവിടെ കട്ടാവുന്നു. പിന്നീട് കാണിക്കുന്നത് 10 വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയാണ്. രാത്രി ഒരു നായ എങ്ങോട്ട് ഓടിപ്പോകുന്നുണ്ട്. തലയിലും 2 കൈകളിലുമായി തീയും വെച്ച് ഒരു സ്ത്രീരൂപവും ഓടിപ്പോകുന്നു. വല്ലാത്ത ഭീകരമായ സൗണ്ടോട് കൂടിയാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. പിറ്റേന്ന് രാവിലെ ആ ഗ്രാമത്തിലെ ഒരു ചുവരിനെ നോക്കി അവിടെയുള്ള ആളുകൾ ഞെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു മൊട്ടയും അയാളുടെ കയ്യാളും അവിടേക്ക് വരുന്നു. കയ്യാളുടെ പേര് പുലി എന്നായിരുന്നു. അവന് കണ്ണ് കാണില്ലായിരുന്നു. ഇവരെല്ലാം നോക്കി നിൽക്കുന്നത് കണ്ട് ഈ മൊട്ടയും അവിടേക്ക് വന്ന് നിങ്ങൾ എന്താണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ചുമരിൽ എന്തോ എഴുതി വെച്ചിരിക്കുന്നത് ഈ മൊട്ട കാണുന്നത്. അത് വായിച്ചപ്പോൾ അവൻ ഞെട്ടിധരിച്ചു നിൽക്കുകയാണ്. ഈ സമയം അവിടേക്ക് ഡാനിയൽ എന്നൊരാൾ വരുന്നുണ്ട്. ഇവരെല്ലാം നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ ഡാനിയൽ മൊട്ടയോട് ചോദിക്കുന്നു, എന്താണ് ചുമരിൽ എഴുതി വെച്ചത്? എനിക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയില്ലാത്തത് കൊണ്ട് ഒന്ന് പറഞ്ഞു തരുമോ എന്ന്. അയാൾ കുറെ നിർബന്ധിച്ചപ്പോൾ ആ മൊട്ട പേടിയോടുകൂടി അവിടെ എഴുതിയത് വായിക്കുന്നു. ശരിക്കും അവിടെ എന്താണ് എഴുതിയെന്ന് വെച്ചാൽ ഇപ്പൊ വന്ന ഡാനിയലിന്റെ വൈഫും വേറൊരാളും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്നാണ്. ഇത് കേട്ട ഉടനെ തന്നെ ഡാനിയൽ ഞാൻ അവളെ കൊല്ലുമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. എന്നാൽ ഡാനിയൽ അവന്റെ വൈഫിന്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ അയാളുടെ വൈഫും അവളുമായി അവിഹിത ബന്ധമുണ്ടെന്ന് പറഞ്ഞ ആളും വിഷമുള്ളിൽ ചെന്ന് ആ ഗ്രാമത്തിലെ കിണറിന്റെ അടുത്ത് മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അവരെക്കുറിച്ച് ചുമരിൽ അസഭ്യം എഴുതിയത് കണ്ട് താങ്ങാനാവാതെ അവർ വിഷം കഴിച്ച് മരിച്ചത് എന്നാണ് ആ ഗ്രാമത്തിലുള്ളവർ എല്ലാം വിശ്വസിച്ചിരുന്നത്. അങ്ങനെ ഈ സംഭവം അന്വേഷിക്കാനായി ആ നാട്ടിലെ പുതിയ SI ആയ മായ വരുന്നുണ്ട്. അവൾക്കാകട്ടെ ഈ മരണം കണ്ട് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. അപ്പോഴാണ് ഫോട്ടോ എടുക്കാനായി ആ നാട്ടിലെ തന്നെ ഫോട്ടോഗ്രാഫർ അവിടേക്ക് വരുന്നത്. ഇവന്റെ പേര് വാസു എന്നായിരുന്നു. സംശയങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ബോഡികൾ പോസ്റ്റ്മോർട്ടത്തിന് അയക്കണമെന്ന് SI പറഞ്ഞപ്പോൾ ആ നാട്ടിലുള്ളവരാരും അത് സമ്മതിച്ചില്ല. ഈ നാട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പോലീസുകാരല്ല, ഇവിടുത്തെ ജന്മിയാണെന്ന് അവരെല്ലാം പറയുന്നു. അവിടെയുള്ള ആളുകൾക്കെല്ലാം അയാളുടെ വാക്കായിരുന്നു അവസാന വാക്ക്. അയാൾക്കാകട്ടെ ഈശ്വരനിലൊന്നും തീരെ വിശ്വാസമില്ലായിരുന്നു. അയാളുടെ വൈഫിനെ ആ നാട്ടിലുള്ളവരെല്ലാം അവിടുത്തെ ദേവിയായിട്ടാണ് കാണുന്നത്. അവളാണെങ്കിൽ നല്ല ഈശ്വരവിശ്വാസമുള്ള കൂട്ടത്തിലുമായിരുന്നു. അങ്ങനെ ജന്മി സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തി പറയുന്നുണ്ട്, ചുമരിൽ എഴുതി വെച്ചത് കണ്ട് താങ്ങാനാവാതെയാണ് ഇവർ വിഷം കഴിച്ചു മരിച്ചത്, അല്ലാതെ വേറൊരു ദുരൂഹതയും ഇതിന് പിന്നിലില്ല. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ഒന്നും നടത്താതെ ഇവരെ കൊണ്ടുപോയി അടക്കാനായി ജന്മി അവരോട് എല്ലാവരോടും പറയുന്നു. അങ്ങനെ അവർ 2 പേരെയും കൊണ്ട് അടക്കം ചെയ്യുന്നു. അടക്കം ചെയ്യാൻ സഹായിക്കുന്ന ഈ മുഖം മൂടി ഇട്ട ആളെ നിങ്ങളൊന്ന് നോക്കി വെച്ചോളൂ. നമ്മുടെ മൊട്ടയാകട്ടെ ഭർത്താവ് നാട്ടിലില്ലാത്ത ഒരു യുവതിയെ വളയ്ക്കാനുള്ള ശ്രമത്തിലാണ്. മൊട്ടയും അന്തനും വളരെ കൂട്ടാണ്. മൊട്ടയുടെ എല്ലാ ദുസ്വഭാവങ്ങളും ആ അന്തൻ അറിയാമായിരുന്നു. പിന്നീട് കാണിക്കുന്നത് ആ നാട്ടിലെ ഡോക്ടറെയാണ്. അവിടെ ചികിത്സിച്ചിട്ട് മാറാത്ത അസുഖങ്ങളെ ടൗണിലേക്ക് വിടുമ്പോൾ അവരുടെ കയ്യിൽ കാശില്ലെങ്കിൽ അവർക്ക് കാശ് കൂടെ കൊടുത്തിട്ടാണ് ഡോക്ടർ പറഞ്ഞയക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ഈ ഒരു പയ്യൻ അവിടെയുള്ള ഗുരുജി എന്നൊരാളുടെ വീട്ടിലേക്ക് കയറി പോകുന്നതാണ്. ഗുരുജിയുടെ പെങ്ങളുമായി ഈ ചെക്കൻ പ്രണയത്തിലായിരുന്നു. ഗുരുജി വീട്ടിലില്ലാത്ത സമയത്ത് അവിടേക്ക് ഫംഗ്ഷൻ വിളിക്കാൻ പോയതായിരുന്നു ഇവൻ. പെട്ടെന്ന് ഗുരുജി അവിടേക്ക് വന്നതും താൻ അവിടെ ഫംഗ്ഷന് വിളിക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. അവനാണെങ്കിൽ ഗുരുജിയെ വളരെ പേടിയാണ്. തങ്ങളുടെ പ്രണയത്തിന്റെ കാര്യം ഗുരുജിയോട് പറയണമെന്നുണ്ടെങ്കിലും അയാളെ പേടി കാരണം അവനത് പറയാതെ നീട്ടിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ ആ ഫംഗ്ഷൻ നടക്കുമ്പോൾ ആ നാട്ടിലുള്ള എല്ലാവരും അവിടെ ഒത്തുകൂടിയിരുന്നു. ഈ സമയം ഗുരുജി അവിടെയുള്ള കുറച്ച് ആളുകളോട് നേരത്തെ മരിച്ച 2 പേരെ കുറിച്ച് സംസാരിക്കുകയാണ്. കഴിഞ്ഞ ഉത്സവത്തിന് ഫോട്ടോഗ്രാഫറായ വാസും ഇപ്പം മരിച്ച ആളുകളുമായിട്ട് ചെറിയ കശപിശയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ തന്നെയാണ്
താനാണ് ചുമരിൽ എഴുതി വെച്ചതും അവരെ കൊന്നത് എന്നും ഗുരുജി അവിടെയുള്ള കുറച്ച് ആളുകളോട് പറയുന്നു. ഇത് കേട്ട വാസു ഗുരുജിയെ വന്ന് തല്ലി അവർ തമ്മിൽ ഒരു പ്രശ്നമുണ്ടാകുന്നു. പിന്നീട് ഇത് ഏറ്റുപിടിച്ച് അവിടെയുള്ള എല്ലാവരും തമ്മിൽ തല്ലാൻ തുടങ്ങി. ആ സമയത്താണ് നമ്മുടെ ജന്മിയുടെ കാർ അവിടേക്ക് വരുന്നത്. രാജേശ്വരി ദേവിയെ കണ്ടപ്പോഴേക്കും അവിടെയുള്ള എല്ലാവരും വലിയ മാന്യന്മാരായി നിൽക്കാൻ തുടങ്ങി. അവരവിടെ നിന്നും പോയതും വീണ്ടും അവരെ ആട്ടി തുടങ്ങി. പിന്നീട് നമ്മുടെ കേസ് അന്വേഷിക്കുന്ന മായ കേസിനെ കുറിച്ച് ഒരു തുമ്പും കിട്ടാതെ ജീപ്പിലൂടെ പോകുമ്പോഴാണ് വാഴക്കൂട്ടത്തിൽ വെച്ച് നേരത്തെ മുഖംമൂടി വെച്ച ആളെ കാണുന്നത്. ഇത് കണ്ട മായ വണ്ടി നിർത്താൻ പറഞ്ഞെങ്കിലും അവിടെ പോയി നോക്കുമ്പോൾ അയാൾ അവിടെ ഒന്നും കാണുന്നില്ല. അങ്ങനെ ആ നാട്ടിലുള്ള ഉത്സവമായിരിക്കുന്നു. ഉത്സവത്തിന് എല്ലാവരും ഒത്തുകൂടി വലിയ ആഘോഷമാക്കുമ്പോൾ ആ മുഖംമൂടി വെച്ച ആൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയിരുന്ന് ഡാൻസ് കളിക്കുന്നതൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. ആ രാത്രി വീണ്ടും ഒരു നായ ഓടുന്നതും കയ്യിലും തലയിലും തീ വെച്ച് ഒരു സ്ത്രീരൂപം ഓടുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ വേറൊരു ചുമരിന് മുകളിൽ പിന്നെയും അഗീതം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതാകട്ടെ നമ്മുടെ മൊട്ട നേരത്തെ വളയ്ക്കാൻ ശ്രമിച്ച ആ കടയിലെ യുവതിയും വേറൊരാളും തമ്മിലായിരുന്നു. അപ്പോഴേക്കും അവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ്. ഇവരെല്ലാം മരിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ചയാണ്. ഇതും കൂടെ കണ്ടപ്പോൾ മായ പറയുന്നു ഇതൊരു ആത്മഹത്യയല്ല, കരുതിക്കുട്ടി ആരോ പ്ലാൻ ചെയ്ത കൊലപാതകമാണെന്ന്. ആ സ്ഥലത്തേക്ക് ജന്മി വരുമ്പോൾ മായ പറയുന്നു ഞാൻ ആദ്യമേ പറഞ്ഞതല്ല, ഇതൊന്നും ആത്മഹത്യയല്ല കൊലപാതകങ്ങളാണെന്ന്. ഇനിയെങ്കിലും ഞാൻ ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നിവർത്തിയില്ലാതെ ആ ജന്മി സമ്മതിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഒരു തുമ്പും മായയ്ക്ക് ലഭിക്കുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ മായയ്ക്ക് എന്തെങ്കിലും പറയാനാവൂ. കൊലപാതകങ്ങളെല്ലാം ആത്മഹത്യയെ ചിത്രീകരിക്കുന്ന അയാളൊരു സൈക്കോപാത്താണോ സീരിയൽ കില്ലറാണോ ഒന്നും തന്നെ കണ്ടെത്താൻ മായയ്ക്കാവുന്നില്ല. ഈ മരണങ്ങളെ കുറിച്ചെല്ലാം ആ നാട്ടിലുള്ളവരെല്ലാം ഒരു ചർച്ച നടത്തുന്നു. അവരെല്ലാം പറയുന്നുണ്ട് അവിഹിത ബന്ധങ്ങളുള്ളവരെല്ലാം ഒന്ന് കരുതിയിരുന്നോളാം. മാത്രമല്ല ഈ മരണങ്ങളെല്ലാം സംഭവിക്കുന്നത് ചൊവ്വാഴ്ചയാണ്. ഇത് കേട്ടപ്പോൾ ആ നാട്ടിലെ പൂജാരി അവിടെ തൂത്ത് തുടയ്ക്കുന്ന ഒരു സ്ത്രീയെ നോക്കുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നു. ഇവരുടെ ചർച്ച നടക്കുന്നതിനിടയിലേക്ക് നമ്മുടെ കോൺസ്റ്റബിൾ വന്ന് പറയുന്നുണ്ട് ഞങ്ങളുടെ SI രണ്ടും കൽപ്പിച്ചാണ് നിങ്ങളിൽ ഒരാളാണ് കൊലപാതകി എന്ന് SIക്ക് ഉറപ്പാണ്, ഞങ്ങളത് കണ്ടുപിടിക്കും, നിങ്ങളൊന്ന് കരുതിയിരുന്നോ എന്ന് പറയുമ്പോൾ നാട്ടുകാരെല്ലാം പറയുന്നു ഞങ്ങൾക്ക് സംശയം നിന്റെ SI തന്നെയാണ്, കാരണം അവൾ ഇവിടേക്ക് വന്നതിന് ശേഷമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്ന്. ഇത് കേട്ടപ്പോഴേക്കും കോൺസ്റ്റബിൾ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ അടുത്ത ചൊവ്വാഴ്ച എത്തിക്കുകയാണ്. ആ രാത്രി കൊലപാതകങ്ങൾ നടക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ നാട്ടുകാരെല്ലാം പല വഴിക്കും തിരിഞ്ഞ് ചുമരിൽ എഴുതുന്നവനെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. ആ സമയം മൂടി പൊതച്ച് ഒരാൾ ഒരു ചുമരിൽ എന്തോ എഴുതാൻ പോകുന്നത് നാട്ടുകാരിൽ ഒരാൾ കാണുന്നു. ഇത് കണ്ട് അയാൾ വിളിച്ചു പറയുന്നു ആ കൊലപാതകി ഇവിടെയുണ്ട്, എല്ലാവരും കൂടി പിടിക്കാനായി. ഈ സമയം നമ്മുടെ ഡോക്ടർ ആകട്ടെ ബസ് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്ന വഴി അവിടെ എന്തോ ഒരു രൂപം കാണുന്നുണ്ട്. ഡോക്ടർ ആ രൂപത്തിന്റെ പിന്നാലെ പോകുന്ന സമയം മറ്റൊരു ഭാഗത്ത് നാട്ടുകാരെല്ലാവരും കൂടെ ആ മൂടി പൊതിച്ചിരിക്കുന്ന ആളെ പിടികൂടാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ ഒടുക്കം അയാളെ പിടികൂടിയപ്പോൾ അത് നമ്മുടെ ഗുരുജിയുടെ പെങ്ങളെ സ്നേഹിക്കുന്ന ആ ചെറുക്കനായിരുന്നു. ഡോക്ടർ ആകട്ടെ സൗണ്ട് കേട്ട് വാഴത്തോപ്പിനുള്ളിലൂടെ പോയി നോക്കുമ്പോൾ കിണറിന്റെ സൈഡിലിരുന്ന് ഒരു പെണ്ണ് കരയുന്നതായിട്ട് കാണുന്നുണ്ട്. ഡോക്ടറെ കണ്ടപ്പോൾ ആ പെണ്ണൊരു പിശാചിനെ പോലെ അലറി ആ കിണറ്റിലേക്ക് എടുത്തു ചാടുകയാണ്. ആ ഒരു രൂപത്തെ കണ്ടപ്പോൾ ഡോക്ടറെ വിളിക്കുന്നുണ്ട് ശൈലു എന്ന്. ഈ ശൈലു ആയിരുന്നു നമ്മുടെ മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച ആ കൊച്ചു പെൺകുട്ടി. ഈ സമയത്താണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. രവിയുടെ മരണം ശൈലുവിനെ വല്ലാതെ തളർത്തിയെങ്കിലും അവൾ മുത്തശ്ശിക്ക് വേണ്ടി നല്ലതുപോലെ പഠിച്ചിരുന്നു. അതീവ സുന്ദരിയായ ശൈലു ആകട്ടെ കോളേജിലേക്ക് പോകുന്ന സമയത്ത് ഒരു പയ്യൻ അവളെ നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ശൈലുവിനാകട്ടെ കോളേജിൽ തന്നെ പഠിപ്പിക്കുന്ന ഒരു സാറെ വലിയ ഇഷ്ടമായിരുന്നു. അയാളുടെ പേര് മദൻ എന്നാണ്. അയാളെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ അവളുടെ ശരീരത്തിൽ എന്തൊക്കെയോ നടക്കുന്നത് പോലെ അവൾക്ക് തോന്നുന്നുണ്ട്. അവളുടെ കൈയെല്ലാം കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ വിറയ്ക്കുമായിരുന്നു. അങ്ങനെ അയാളുടെ പിറന്നാൾ ദിവസം ഇവൾ പായസം ഉണ്ടാക്കി മഴയത്ത് നനഞ്ഞ് സാറിന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. മഴ മാറിയിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് അവളെ അവിടെ പിടിച്ചെടുത്തുമ്പോൾ ഏതോ ഒരു സമയത്ത് അയാൾക്ക് അവളോട് പ്രണയം തോന്നി അവളെ കെട്ടിപ്പിടിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് അയാളെ തള്ളി മാറ്റി ശൈലു അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. കുറച്ചു കഴിയുമ്പോൾ അവൾ തന്നെ തിരിച്ചു വരുന്നു. അങ്ങനെ അവൾ അവളുടെ മനസ്സും ശരീരവും പൂർണ്ണമായിട്ടും അതിന് നൽകി. പിന്നീട് അവരുടെ പ്രണയമാണ് കാണിക്കുന്നത്. അങ്ങനെ പല സ്ഥലത്ത് വെച്ചും ഇവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. ശൈലു മധുവിനെ അഗാധമായി പ്രണയിച്ചിരുന്നു. മദൻ തിരിച്ചും അവളെ അതുപോലെ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്നായിരുന്നു ശൈലു വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഒരു ദിവസം പെട്ടെന്ന് മദൻ ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. 2 ദിവസത്തെ ലീവ് കഴിഞ്ഞ് മദനെ കാണുമ്പോൾ ശൈലു ഞെട്ടിപ്പോകുന്നുണ്ട്. അയാളുടെ കൂടെ അയാളുടെ വൈഫും ഉണ്ടായിരുന്നു. അയാൾ കല്യാണം കഴിക്കാൻ വേണ്ടിയായിരുന്നു ലീവ് എടുത്ത് പോയിരുന്നത്. അവർ തമ്മിൽ 3 വർഷത്തോളം പ്രണയത്തിലായിരുന്നു എന്ന് മദൻ അവിടെയുള്ള ടീച്ചേഴ്സിനോടെല്ലാം പറയുന്നത് ശൈലു കേൾക്കുകയാണ്. ശൈലുവിന് അയാൾ പറ്റിക്കുകയായിരുന്നു. അവളെ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവളോട് മദൻ അടുപ്പം കാണിച്ചത്. അവിടെ നിന്നും ട്രാൻസ്ഫർ വാങ്ങി പോകാൻ നേരം മദൻ ശൈലുവിനോട് പറയുന്നുണ്ട് ഞാൻ വായിച്ചു മടുത്ത ഒരു ചാപ്റ്റർ ആയിരുന്നു നീ എന്ന്, എനിക്ക് ഇനിയും നിന്നെ വായിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അയാൾ അയാളുടെ വൈഫിനെയും കൂട്ടി അവിടെ നിന്നും പോവുകയാണ്. അയാളുടെ ഈ ഒരു ചതി ശൈലുവിനെ വല്ലാതെ തളർത്തിയിരുന്നു. അവൾ വീട്ടിലെത്തുമ്പോൾ ആകട്ടെ അതിനേക്കാൾ വലിയൊരു ട്രാജഡി ആയിരുന്നു അവളെ കാത്തിരുന്നത്. അവളെ ഇത്രയും
അത്രയും പൊന്നുപോലെ നോക്കി അവളുടെ മുത്തശ്ശി മരിച്ചു പോയിരുന്നു. എല്ലാം കൂടെ അവളെ ആകെ മാനസികമായി തളർത്തി. അവൾക്ക് ആരുമില്ല അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായി. നാട്ടുകാരെല്ലാവരും കൂടെ അവളുടെ അച്ഛനോട് പറയുമ്പോൾ എന്റെ പേരിൽ സ്വത്തെഴുതി തന്നാൽ മാത്രമേ ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു പോകൂ എന്ന് പറയുന്നു. അയാളുടെ സംസാരം കേട്ട് ദേഷ്യം വന്ന ശൈലു ആകട്ടെ ആ സ്വത്തെല്ലാം അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകാനായി പറയുകയാണ്. അങ്ങനെ ആ വീട്ടിൽ തനിച്ചുള്ള ജീവിതം അവളെ വല്ലാതെ താഴ്ത്തിയിരുന്നു. അവളുടെ ഉള്ളിൽ മദന്റെ ഓർമ്മകൾ മാത്രമായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. എന്തോ ഒരു കാമാസക്തി അവളുടെ ഉള്ളിൽ ഉടലെടുത്തതുപോലെ അവളുടെ അടുത്തേക്ക് വന്ന ചെറുപ്പക്കാരെ എല്ലാം അവൾ മദനായി കാണാൻ തുടങ്ങി. അവൾ കോളേജിൽ പോകുമ്പോൾ സ്ഥിരമായി നോക്കാറുള്ള ആ പയ്യൻ അവളുടെ അടുത്തേക്ക് വന്നപ്പോൾ അവൾ അവനുമായി ശാരീരിക ബന്ധം പുലർത്തി. പിന്നീട് ശൈലു പല പുരുഷന്മാരുമായി ബന്ധത്തിൽ ഏർപ്പെടുന്നു. അവൾക്ക് അവളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെയായി. അവളുടെ ഈ ഒരു വഴിവിട്ട പോക്ക് ആ നാട്ടിലെല്ലാം വലിയൊരു സംസാരമായി മാറിയിരുന്നു. ബസ്സിൽ പോകുമ്പോൾ വരെ ഒരു പുരുഷൻ അവളുടെ ദേഹത്ത് അറിയാതെ സ്പർശിച്ചാൽ പോലും അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു കാമാസക്തി ഉടലെടുക്കാൻ തുടങ്ങി. ആ ചിന്ത മാറാനായി അവൾ സ്വന്തം ശരീരം തന്നെ വേദനിപ്പിക്കാൻ തുടങ്ങി. അവളുടെ ഈ ഒരു അവസ്ഥ എല്ലാവരും തന്നെ മുതലെടുക്കാൻ തുടങ്ങി. ജീവിതം പഠിത്ത് അവൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് അതിന് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ അവൾ ഒറ്റയ്ക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. അവളുടെ കൺമുമ്പിൽ കാണുന്നവരായിട്ടെല്ലാം അവൾ പലതവണ ബന്ധത്തിൽ ഏർപ്പെട്ടു. അവസാനം നാട്ടുകാർക്കിടയിൽ ഇതൊരു വലിയ ചർച്ചയായി മാറി. അവരെല്ലാവരും കൂടെ ജന്മിയോട് പോയി പറഞ്ഞു ആ പെൺകുട്ടി വഴിവിട്ട പോക്കാണ്, അവളെ എന്ത് ചെയ്യണമെന്ന്. ഇത് കേട്ട ജന്മി അവളെ എത്രയും പെട്ടെന്ന് ഇവിടെ കൂട്ടിക്കൊണ്ടുവരാനായി പറയുകയാണ്. അന്ന് എവിടേക്കോ പോകാനായി നല്ല സാരി എല്ലാം മുടുത്ത് ഒരുങ്ങുന്ന ശൈലുവിനെ നാട്ടുകാരെല്ലാം പിടിച്ച് ജന്മിയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇവളെ പോലെ ഒരു സാധനത്തിന് ഈ നാട്ടിൽ നിർത്താൻ പറ്റില്ല, അതുകൊണ്ട് ഇവളെ ഈ ഗ്രാമത്തിൽ നിന്ന് തല്ലി ഓടിക്കണമെന്ന് നാട്ടുകാരുടെ എല്ലാവരുമായി ജന്മി പറയുകയാണ്. അവളെ തല്ലി ഓടിക്കാൻ മുൻകൈ എടുത്തവരിൽ നേരത്തെ അവീത ബന്ധത്തിൽ മരിച്ച ആ 4 പേരും ഉണ്ടായിരുന്നു. അങ്ങനെ കരഞ്ഞുകൊണ്ട് ശൈലു ആ നാട് വിട്ടു പോകുന്നതാണ് കാണിക്കുന്നത്. എന്നാൽ പിറ്റേ ദിവസം രാവിലെ നാടുണരുന്നത് ശൈലുവിന്റെ മരണവിവരം അറിഞ്ഞാണ്. അവൾ ദുഃഖം സഹിക്കാനാവാതെ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഇത്രയും വൃത്തികെട്ട ഒരു സ്ത്രീയെ ആ നാട്ടിൽ ദഹിപ്പിക്കാൻ പോലും ആരും തയ്യാറായിരുന്നില്ല. ഏതെങ്കിലും ആറ്റിൽ കൊണ്ടുപോയി കളയാനാണ് അവരെല്ലാവരും പറയുന്നത്. അങ്ങനെ ആ ഫ്ലാഷ് ബാക്ക് സ്റ്റോറി അവിടെ അവസാനിക്കുകയാണ്. പിന്നീട് പ്രസന്റിൽ നാട്ടുകാരെല്ലാവരും കൂടെ ഓടിച്ചിട്ട് പിടിച്ച ചുമരിൽ എഴുതാൻ വന്ന ആ പയ്യനെ കാണിക്കുന്നു. അവൻ പോലീസുകാരോട് പറയുന്നുണ്ട് താനല്ല ഈ കൊലപാതകങ്ങളൊന്നും ചെയ്തത്, താനും ഗുരുജിയുടെ പെങ്ങളുമായി ഇഷ്ടത്തിലായിരുന്നു. കൊലപാതകി ചെയ്തതുപോലെ തങ്ങളുടെ പേരും ചുമരിന്റെ മുകളിൽ എഴുതി വെച്ചാൽ നാട്ടുകാരെല്ലാവരും അറിയുമ്പോൾ നാണക്കേട് സഹിക്കാൻ വയ്യാതെ ഗുരുജി തന്നെ തങ്ങളുടെ വിവാഹം നടത്തി തരുമെന്ന് വിചാരിച്ചാണ് താൻ അങ്ങനെ ചെയ്യാൻ പോയതെന്നും തനിക്ക് ഈ കൊലപാതകങ്ങളുമായി ഒരു പങ്കുമില്ല എന്നും ആ പയ്യൻ മായയോട് പറയുന്നുണ്ട്. ഈ സമയമാണ് നേരത്തെ മരിച്ച 2 പേരുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മായ കാണുന്നത്. അത് വായിച്ചപ്പോൾ മായ പറയുന്നുണ്ട് ഇവനല്ല കൊലപാതകി എന്ന്. അതേസമയം ഡോക്ടർ എല്ലാവരോടും പറയുന്നുണ്ട് ശൈലുവിന്റെ പ്രേതത്തെ കണ്ട കാര്യം. അതുകൊണ്ട് തന്നെ പ്രേതമാണോ മനുഷ്യനാണോ ഈ കൊലകൾക്ക് പിന്നിൽ എന്നുള്ള ഡൗട്ടിലാണ് നാട്ടുകാരെല്ലാവരും. അങ്ങനെ അടുത്ത ചൊവ്വാഴ്ച എത്തി നാട്ടുകാരെല്ലാവരും കൂടെ കൊലപാതകയെ തേടി അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ്. ആ സമയം ചുമരിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ആരോ ഒരാൾ വിളിച്ചു പോകുന്നു. ഇത് കേട്ടതും എല്ലാവരും കൂടെ ആ ഭാഗത്തേക്ക് പോവുകയാണ്. എന്നാൽ തങ്ങളുടെ ശ്രദ്ധ തിരിക്കാനായി ആരോ കളിച്ച കളിയാണെന്ന് പിന്നീടാണ് നാട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നത്. ഇപ്പോഴാണ് നമ്മളെ ആ മതിലിൽ എഴുതുന്ന ആളെ കാണിക്കുന്നത്. അത് നമ്മുടെ ഡോക്ടറായിരുന്നു. ഡോക്ടർ മതിലിന് മുകളിൽ എഴുതാൻ പോകുന്ന സമയത്ത് തന്നെ മായ അവിടേക്ക് വരികയാണ്. ആ മരിച്ച ആളുകളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് അവരുടെ ദേഹത്തെല്ലാം മയക്കുമരുന്ന് കണ്ടെത്തിയിരുന്നു. ഇതെല്ലാം ഒരു ഡോക്ടർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നും അതുകൊണ്ട് ഡോക്ടർ തന്നെയാണ് ഇതെല്ലാം ചെയ്തത് എന്നും മായയ്ക്ക് മനസ്സിലായിരുന്നു. അങ്ങനെയാണ് അയാളെ പിടികൂടിയത്. യഥാർത്ഥത്തിൽ ഈ ഡോക്ടർ ശൈലുവിന്റെ പ്രേതത്തെ ഒന്നും കണ്ടിരുന്നില്ല. അങ്ങനെ എല്ലാവരോടും പറഞ്ഞു നടക്കുകയായിരുന്നു ഡോക്ടർ ചെയ്തത്. അയാളെ പിടികൂടാൻ ശ്രമിക്കുമ്പോഴേക്കും അയാൾ തന്റെ കയ്യിലുണ്ടായിരുന്ന സിറിഞ്ച് ഉപയോഗിച്ച് മായയെ ബോധം കെടുത്തുകയാണ്. എന്നിട്ട് ആരും അറിയാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടിയിടുന്നു. ഈ സമയം നമ്മുടെ ഫോട്ടോഗ്രാഫറായ വാസു ആകട്ടെ അലഞ്ഞു തിരിഞ്ഞ് എങ്ങോട്ടോ പോകുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. മായ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് നീ കീപ്പായിട്ട് വെച്ച ശൈലുവിനെ ഈ നാട്ടുകാരെല്ലാവരും കൂടെ ഇവിടെ നിന്ന് തല്ലി ഓടിച്ചു. അതിന് പ്രതികാരമായിട്ടല്ലേ നീ നാട്ടുകാരുടെ അഭീതബന്ധം കണ്ടെത്തി അവരെയെല്ലാം കൊന്നുകളയുന്നത് എന്ന്. എന്നാൽ അപ്പോഴാണ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അയാൾ ആ സത്യം തുറന്നു പറയുന്നത്. ശൈലു അദ്ദേഹത്തിന്റെ മകളെ പോലെയായിരുന്നു. ജീവിക്കാനോ മരിക്കാനോ കഴിയാതെ തളർന്നിരിക്കുന്ന ശൈലുവിനെ വഴിവക്കത്ത് വെച്ചാണ് ആദ്യമായി ഡോക്ടർ കാണുന്നത്. ഈ ഡോക്ടറുടെ മകളാകട്ടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് മരിച്ചു പോയിരുന്നു. ശൈലുവിനെ കണ്ടപ്പോൾ അയാളുടെ മകളെ പോലെ തന്നെയാണ് ഡോക്ടർക്ക് തോന്നിയത്. ശൈലുവിന്റെ പ്രശ്നങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ ശൈലുവിനെ അയാൾ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചിരുന്നു. യഥാർത്ഥത്തിൽ അവൾക്ക് വലിയൊരു അസുഖം ഉണ്ടായിരുന്നു. അവൾക്ക് ഹൈപ്പർ സെക്ഷൽ ഡിസോർഡർ ആയിരുന്നു. അതായത് അവൾ ഒരു നിംഫോമാനിയക് ആയിരുന്നു. എന്ന് വെച്ചാൽ അവളുടെ മനസ്സിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ തന്നെ അവളുടെ ശരീരം ഒരുപാട് സെക്സ് ആഗ്രഹിക്കുന്നുണ്ട്. തന്റെ ശരീരം ആഗ്രഹിക്കുന്നത് സാധിച്ചു കൊടുക്കാനായിരുന്നു അവൾ മനസ്സില്ലാ മനസ്സോടെ പലരുടെയും കൂടെ ബന്ധപ്പെട്ടത്. അവൾക്ക് അവളുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെയായി. ശരിക്കും ഇതൊരു മാനസിക ലൈംഗിക പ്രശ്നമാണെന്നും ആ സൈക്കാട്രിസ്റ്റ് നമ്മൾ ഡോക്ടറോട് പറയുന്നുണ്ട്. സാധാരണ ഒരു പെൺകുട്ടിക്ക് റിലീസാകുന്ന സെക്ഷൽ ഹോർമോണിനേക്കാളും ഈ പെൺകുട്ടിക്ക് 10
മടങ്ങ് കൂടുതലാണെന്നും ഈ രോഗം ബാധിച്ച ഒരാളും അധികം ആരോടും സംസാരിക്കില്ല എന്നും അവർ തനിച്ച് നടക്കാനാണ് ആഗ്രഹിക്കുന്നത്. ബോഡി ഷിവറിംഗ് അവരുടെ കൺട്രോളിൽ ഉണ്ടാകില്ല എന്നും ആ സമയം അവരുടെ ശരീരം സ്വയം വേദനിപ്പിച്ച് തന്റെ ശരീരം ആഗ്രഹിക്കുന്ന കാമാസക്തിയിൽ നിന്നും ആ ചിന്ത മാറ്റാനും അവർ ശ്രമിക്കുന്നുണ്ടെന്നും ഡോക്ടറോട് ആ ലേഡി പറയുന്നു. തന്റെ ചുറ്റിലും എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ തന്റെ ശരീരം ആഗ്രഹിക്കുന്നത് നേടിക്കൊടുക്കാൻ മാത്രമേ അവർക്ക് കഴിയൂ. ആഗ്രഹം തീർന്നു കഴിയുമ്പോൾ താൻ ചെയ്ത് തെറ്റാണെന്ന് ആലോചിച്ച് അവർ ഒരുപാട് കരയുകയും വിഷമിക്കുകയും ചെയ്യും. ഈ ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോകുന്നവരെല്ലാം കൂടുതലും ആത്മഹത്യ ചെയ്യുന്നതാണ് കാണുന്നത്. ഇതിന് പ്രത്യേകിച്ച് മരുന്നുകളൊന്നും കൊടുക്കാനില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയെ കൺട്രോൾ ചെയ്യുകയാണ് വേണ്ടത്. അവർ തനിച്ചല്ല എന്നും അവരുടെ കൂടെ നമ്മളെല്ലാവരും ഉണ്ടെന്നുള്ള ചിന്ത അവരിൽ തോന്നിപ്പിക്കുകയാണ് ഇതിനുള്ള ഏക വഴിയെന്ന് ഡോക്ടറോട് ആ ലേഡി പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ശൈലുവിനെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിരുന്നു ഡോക്ടർ ശ്രമിച്ചിരുന്നത്. പതിയെ പതിയെ അവളെ പഴയ ജീവിതത്തിലേക്ക് ആ ഡോക്ടർ കൊണ്ടുവന്നിരുന്നു. സീൻ അവിടെ കട്ടായി പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വാസു ഒരു കാട്ടിലൂടെ പോകുമ്പോൾ മുഖംമൂടി ധരിച്ച ആളെ കാണുന്നുണ്ട്. അങ്ങനെ അയാളും വാസുവും തമ്മിൽ ഒരു വലിയ ഫൈറ്റ് നടക്കുകയാണ്. അവസാനം ആ മുഖംമൂടി ഇട്ടാൽ വാസുവിനെ കൊന്ന് കുഴിച്ചു മൂടുന്നു. അതിനുശേഷം അയാൾ അയാളുടെ മുഖംമൂടി അഴിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഈ സമയം ഡോക്ടർ പോലീസിനോട് പറയുന്നുണ്ട്, ശൈലുവിനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ മാത്രമല്ല ഉണ്ടായിരുന്നത്, ഒരാളും കൂടെ ഉണ്ടായിരുന്നു, അവളുടെ രവി. എന്നിട്ട് ഡോക്ടർ ശൈലു മരിക്കുന്നതിന് മുമ്പുള്ള ഒരു കാര്യം കൂടെ പോലീസിനോട് പറയുകയാണ്. മുഖംമൂടി ധരിച്ച രവി ആകട്ടെ എന്നും വന്ന് ശൈലുവിനെ കണ്ടിട്ട് പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഡോക്ടർ അവനെ കൈയോടെ പിടിക്കുകയാണ്. അവളോട് സംസാരിക്കുമ്പോഴാണ് ആ കാര്യങ്ങളെല്ലാം രവി തുറന്നു പറയുന്നത്. രവി മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം വീട്ടിലേക്ക് വന്ന ശൈലുവിനോട് അവന്റെ അച്ഛൻ മോശമായി പെരുമാറുന്നത് കണ്ട് സഹിക്കാനാവാതെ അന്ന് രാത്രി രവി അവന്റെ അച്ഛനെ കൊന്ന് ആ വീടിന് തീ വെക്കുകയായിരുന്നു. ആ തീവെപ്പിൽ അവന്റെ മുഖത്തും പൊള്ളലേൽക്കുന്നുണ്ട്. അമ്പലത്തിൽ അഭയം പ്രാപിച്ച അവനാകട്ടെ അവിടെ നിന്നും ഒരു മുഖംമൂടി കിട്ടുന്നു. പിന്നീട് അവൻ അവന്റെ ജീവിതത്തിൽ അതൊരു ഭാഗമാക്കി മാറ്റുന്നു. നാട്ടുകാരെല്ലാവരും അവൻ മരിച്ചത് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവരുടെ മുമ്പിലേക്ക് അവന് തിരിച്ചു വരാൻ പറ്റാതെയായി. പക്ഷെ അവൻ ശൈലുവിന്റെ എല്ലാ കാര്യങ്ങളും ഒളിഞ്ഞൊന്ന് കാണുന്നുണ്ടായിരുന്നു. അവളുടെ സന്തോഷവും സങ്കടവും എല്ലാം അവൻ നേരിട്ട് കണ്ടിരുന്നു. അവന് ശൈലുവിനെ ഇപ്പോഴും ഇഷ്ടമായിരുന്നു. അവളെ വിവാഹം കഴിക്കാനായിരുന്നു അവൻ ആഗ്രഹിച്ചിരുന്നത്. എന്നെ പോലെ ഒരു നശിച്ച പെണ്ണിനെ നീ ഒരിക്കലും വിവാഹം കഴിക്കരുത് എന്ന് പറഞ്ഞ് അവൾ അതിന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിലും ഞാൻ സ്നേഹിച്ചത് നിന്റെ മനസ്സിനെയാണെന്ന് പറഞ്ഞ് അവളെ അവൻ ചേർത്ത് നിർത്തുന്നു. അങ്ങനെ അവന്റെ നിർബന്ധപ്രകാരം അവളും അവനെ വിവാഹം കഴിക്കാനായി തീരുമാനിക്കുന്നു. പിറ്റേന്ന് രാവിലെ അവളോട് റെഡിയായിരിക്കാൻ പറഞ്ഞിട്ട് ഡോക്ടറും അവനും കൂടെ പട്ടണത്തിലേക്ക് സാധനം വാങ്ങാനായി പോയിരുന്നു. പിറ്റേന്ന് രാവിലെ നാട്ടിലെത്തിയപ്പോഴാണ് ശൈലുവിനെ നാട്ടിൽ നിന്ന് പുറത്താക്കിയതും അത് സഹിക്കാൻ വയ്യാതെ ശൈലു കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്ത കാര്യങ്ങളെല്ലാം ഇവർ അറിയുന്നത്. ആറ്റിൽ കൊണ്ടുപോയി കളയണമെന്ന് തീരുമാനിച്ച ശൈലുവിന്റെ മൃതദേഹം മുനിസിപ്പാലിറ്റിക്കാരൻ വന്ന് എടുത്തുകൊണ്ടു പോകുമെന്ന് പറഞ്ഞ് ഡോക്ടർ നാട്ടുകാരെ എല്ലാം അവിടെ നിന്നും പിടിച്ചുവിടുന്നു. എല്ലാവരും പോയപ്പോൾ രവിയാകട്ടെ ശൈലുവിന്റെ മൃതദേഹത്തെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയാൻ തുടങ്ങി. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മായ ചോദിക്കുന്നുണ്ട്, അവൾ ആത്മഹത്യ ചെയ്തതിന് നിങ്ങൾ എന്തിനാണ് എല്ലാവരെയും കൊന്നത് എന്ന്. അവളുടെ ആത്മഹത്യയല്ല എന്നും 6 പേർ ചേർന്ന് അവളെ ക്രൂരമായി കൊന്നതാണെന്നും ഡോക്ടർ പോലീസിനോട് പറയുന്നു. അതിൽ 4 പേരെയാണ് ഞങ്ങൾ 2 പേരും ചേർന്ന് കൊന്നത്. 5ാമത്തെ ആളെ രവി ഇപ്പോൾ കൊന്നു കഴിഞ്ഞിട്ടുണ്ടാകും. ആ ആള് ഫോട്ടോഗ്രാഫർ ആയിരുന്ന വാസു ആയിരുന്നു. 6ാമത്തെ ആളെ ഇന്ന് രാത്രി ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ ആരാണ് 6ാമത്തെ ആളെന്ന് എസ് ചോദിക്കുന്നു. എന്നാൽ ഇവർ പറയുന്നതെല്ലാം ഒഴിഞ്ഞിരുന്ന് മറ്റൊരാൾ കേൾക്കുന്നുണ്ടായിരുന്നു, ആ നാട്ടിലെ ജന്മി. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ജന്മിയുടെ വൈഫ് വന്ന് ചുമരിൽ എഴുതുന്ന ആളെ പിടിച്ചോ എന്നും വേറെ ആരുടെങ്കിലും പേര് ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട ജന്മിക്ക് ദേഷ്യം വന്ന് അവളെ ഒരുപാട് ഉപദ്രവിക്കുന്നു. ഈ സമയത്താണ് ഈ കഥയിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് വരുന്നത്. ആ 6ാമത്തെ ആൾ ജന്മിയുടെ വൈഫായിരുന്ന രാജേശ്വരി ദേവിയായിരുന്നു. അവളോടുള്ള ദേഷ്യത്തിൽ അവളെ കൊല്ലാൻ ഒരുങ്ങുമ്പോൾ അവളാണെങ്കിൽ കയ്യിൽ കെട്ടിയ ഒരു കത്തി ഉപയോഗിച്ച് ജന്മിയുടെ വയറ്റിന് കുത്തുന്നു. ഇനിയാണ് ഇവർക്ക് ഇതിലുള്ള പങ്ക് കാണിക്കുന്നത്. ഒരു ദിവസം രാത്രി ഡോക്ടറുടെ വീട്ടിൽ നിന്നും തിരിച്ചു വരുന്ന വഴി ശൈലുവിനെ ഉപദ്രവിക്കാനായി കുറച്ചു പേർ ഇവളുടെ പിന്നാലെ കൂടിയിരുന്നു. പേടിച്ചു പോയ ഇവൾ ഒരു ബിൽഡിങ്ങിലായിരുന്നു ഒളിച്ചിരുന്നത്. അവിടെ വെച്ച് ഇപ്പോൾ മരിച്ച ഫോട്ടോഗ്രാഫറായ വാസുവിനെയും ജന്മിയുടെ ഭാര്യയും തെറ്റായ ഒരു സാഹചര്യത്തിൽ ശൈലു കാണുകയാണ്. തങ്ങളുടെ അവിഹിതം അവൾ കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവളെ കൊല്ലാനായിരുന്നു രാജേശ്വരി ദേവിയുടെ പ്ലാൻ. ആ മരിച്ച 4 പേരും രാജേശ്വരി ദേവിയുടെ കയ്യാളുകളായിരുന്നു. അതുകൊണ്ട് ഇവരെല്ലാവരും കൂടെ ചേർന്ന് പ്ലാൻ ചെയ്തായിരുന്നു അന്ന് ശൈലുവിനെ ജന്മിയുടെ മുമ്പിൽ എത്തിച്ചതും പിന്നീട് അവളെ നാട് കടത്താനായി തീരുമാനിച്ചതും. എന്നാൽ അവിടെ നിന്നും പോയ ഇവൾ ആത്മഹത്യ ചെയ്തിരുന്നില്ല. അവിടെ നിന്നും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവളെ ഇവരെല്ലാവരും കൂടെ പിടിച്ച് അച്ഛൻ കരയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ജന്മിയുടെ ഭാര്യയുടെ കാല് പിടിച്ച് നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ഞാൻ ആരോടും പറയില്ല, എന്നെ വെറുതെ വിടണം, നാളെ എന്റെ ജീവിതത്തിൽ വലിയൊരു കാര്യം സംഭവിക്കാൻ പോവുകയാണെന്നൊക്കെ അവൾ കരഞ്ഞു പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ അവളെ ക്രൂരമായി കൊന്ന് ആ കിണറ്റിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. തന്റെ ഭാര്യയുടെ ഈ ഒരു ചതി പൊറുക്കാനാവാത്ത ജന്മിയാകട്ടെ അവളെ മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിട്ട ശേഷം അവളുടെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് അവളെ കത്തിച്ചു കളയുകയാണ്. എന്നാൽ അവളെ കൊല്ലാനെത്തിയ ഡോക്ടർ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ശൈലുവിനെ ഒരുപാട് സ്നേഹിച്ച രവിയാകട്ടെ
ആകട്ടെ അവരുടെ കൂടെ ചേരാനായിട്ട് ആ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യുകയാണ്. പിറ്റേന്ന് രാവിലെ രാജേശ്വരി ദേവിയുടെ മൃതദേഹം കണ്ട് നാട്ടുകാരെല്ലാം ചോദിക്കുമ്പോൾ ജന്മി പറയുന്നുണ്ട് ഈ നാട്ടിലെ അനീതികളെല്ലാം കണ്ടിട്ട് പൊറുക്കാനാവാതെ അവൾ സ്വയം മാലച്ചമ്മന് ബലി അർപ്പിച്ചതാണെന്ന്. നാട്ടുകാരുടെ എല്ലാം മുമ്പിൽ അവളെ വലിയൊരു ദേവിയായി ചിത്രീകരിച്ചുകൊണ്ട് തന്നെ അയാൾ അവളെ കൊന്നിരിക്കുന്നു. ജന്മിയുടെ മുറിവ് വെച്ചു കിട്ടുന്നതിനിടയിൽ ഡോക്ടർ അയാളോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെന്തിനാണ് നിങ്ങളുടെ വൈഫിനെ എല്ലാവരുടെ മുമ്പിൽ പവിത്രയായി ചിത്രീകരിച്ചത് എന്ന്. എന്റെ ഭാര്യ എല്ലാവരുടെ മുമ്പിൽ ദേവിയായിരുന്നു, അവളോട് എല്ലാവർക്കും വലിയ ബഹുമാനവുമായിരുന്നു. അതുകൊണ്ട് അവൾ ചെയ്ത ഈ ക്രൂരതകളെല്ലാം നാട്ടുകാർ അറിഞ്ഞാൽ അവർക്ക് അവളോടുള്ള സ്നേഹവും വിശ്വാസവും ബഹുമാനവും എല്ലാം പോകും. അത് ഈ നാട് തന്നെ നശിക്കാൻ കാരണമാകും. അതുകൊണ്ട് അവൾ ദേവിയായിട്ട് തന്നെ എല്ലാവരുടെയും ഉള്ളിൽ ഇരിക്കട്ടെ എന്നായിരുന്നു ജന്മി മറുപടി പറഞ്ഞത്. ഇത് കേട്ടുകൊണ്ട് അവിടെ നിന്നും പോകാനിരിക്കുന്ന ഡോക്ടറോട് ജന്മി ചോദിക്കുന്നുണ്ട് ശൈലു മരിക്കുന്ന സമയം നീയും രവിയും ടൗണിലായിരുന്നു. അപ്പോൾ ശൈലുവിനെ കൊന്നതാണെന്ന് നിങ്ങളോട് പറഞ്ഞത് ആരാണെന്ന്. ഇപ്പോഴാണ് കഥയിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് കാണുന്നത്. അവരോട് ആ കാര്യം പറഞ്ഞത് ആ അന്ധനായിരുന്നു. യഥാർത്ഥത്തിൽ അവൻ അന്ധനല്ലായിരുന്നു. ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഫ്രീ ആയിട്ട് ഫുഡും കള്ളും എല്ലാം കിട്ടാനായി അവൻ അന്ധനായി അഭിനയിക്കുകയായിരുന്നു. അന്ന് രാത്രി അവൻ ആ വാഴത്തോപ്പിൽ നിന്ന് കള്ളു കുടിക്കുമ്പോഴായിരുന്നു അവരെല്ലാവരും കൂടെ ശൈലുവിനെ അവിടേക്ക് കൊണ്ടുവന്നതും അവളെ ക്രൂരമായി കൊല്ലുന്നതും. പിറ്റേന്ന് രാവിലെ അവളുടെ മൃതദേഹം കെട്ടിപ്പിടിച്ച് കരയുന്ന രവിയുടെയും ഡോക്ടറുടെ അടുത്തേക്ക് ഈ അണ്ടൻ ചെന്ന് അവളെ 6 പേർ ചേർന്ന് കൊന്നതാണെന്നുള്ള കാര്യം അവരോട് പറയുന്നു. കയ്യിൽ തീ പിടിച്ചുകൊണ്ട് ഓടിപ്പോയി സ്ത്രീരൂപത്തെ നമ്മൾ കണ്ടിരുന്നില്ലേ, അത് ശരിക്കും പൂജാരിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ തൂട്ടുകാരിയായിരുന്നു. ഗ്രാമത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി എല്ലാ ചൊവ്വാഴ്ചയും അഗ്നിപ്രവേശനം നടത്താനായി ആ പൂജാരിയായിരുന്നു അവരെ പറഞ്ഞു വിട്ടത്. അങ്ങനെ ഈ മൂവി ഇവിടെ അവസാനിക്കുന്നുണ്ടെങ്കിലും ഇതിനൊരു ടെയിലെൻഡ് കൂടി ഉണ്ടായിരുന്നു. വീണ്ടും ആ നാട്ടിലെ പനച്ചുമരിന് മുകളിൽ എന്തൊക്കെയോ എഴുതി വെച്ചിരുന്നതും ആളുകളെല്ലാം കൂടെ അത് നോക്കിക്കൊണ്ടിരിക്കുന്നതും കിണറ്റിനുള്ളിൽ ശൈലുവിന്റെ രവിയുടെ ആത്മാവ് ഇരിക്കുന്നതും വീണ്ടും എന്തൊക്കെയോ തുടങ്ങാൻ പോകുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ അവസാനിക്കുകയാണ്. മൂവിയുടെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അടുത്തൊരു മൂവിയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.